ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഒറ്റയാൻ എന്നൊരു വിശേഷണം ഒരാൾക്കേ ഉള്ളൂ. അത് ജോൺ എബ്രഹാമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 36 വയസ്സ് തികഞ്ഞിരിക്കുന്നു. സംവിധായകൻ, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ എന്നിങ്ങനെ തന്റെ ഓരോ സൃഷ്ടിയിലും വേറിട്ട അനുഭവങ്ങൾ നൽകിയാണ് ജോൺ എബ്രഹാം മടങ്ങിയത്. ചലച്ചിത്രാഖ്യാനത്തിനും ആസ്വാദനത്തിലുമൊക്കെ പുതിയ വാഗ്ദാനങ്ങൾ, വ്യാഖ്യാനങ്ങളൊക്കെ ചമച്ച സംവിധായകന്റെ ജീവിതത്തിലേക്ക് നമുക്ക് പോയി വരാം. വർഷം 1982. ന്യൂഡൽഹിയിൽ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയം. സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ പത്രസമ്മേളനം. പത്രപ്രതിനിധികളിൽ ദക്ഷിണേന്ത്യക്കാർ ധാരാളമുണ്ട്. ജോൺ പറയുന്നത് കേൾക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ നടി ഷബ്ന ആസ്മിയും സംവിധായകൻ ബാലചന്ദ്രും. മുള്ളും മൂർച്ചയുമുള്ള ചോദ്യങ്ങൾക്ക് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുത്ത ജോണിനോട് അവസാനമായൊരു ചോദ്യമെത്തി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചലച്ചിത്ര സംവിധായകൻ താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ്? മറുപടിക്ക് താമസമില്ലാതെ ഉച്ചത്തിൽ പറഞ്ഞു, സംശയമെന്ത്, ജോൺ എബ്രഹാം, ഒരേ ഒരു ജോൺ എബ്രഹാം. വെറും 4 സിനിമ കൊണ്ട് അത്രമേൽ സ്വാധീനം സിനിമയെന്ന കലയോട് ജോണിനും സിനിമയ്ക്ക് ജോണിനോടുമുണ്ടായിരുന്നു. എണ്ണത്തേക്കാൾ ചെയ്ത സിനിമകളുടെ മികവാണ് ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ചലച്ചിത്രകാരന്മാരിൽ ഒരാളായി ജോണിനെ മാറ്റുന്നത്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മികച്ച 10 ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ ഒന്ന് ജോണിന്റെ അമ്മയറിയാനായിരുന്നു. എന്റെ സഹജീവികളോട് സംവദിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത മാധ്യമമാണ് സിനിമ. ഉറങ്ങാൻ എനിക്കൊരു മേൽക്കൂര പോലും വേണ്ട. പട്ടിണി കിടക്കാനും എനിക്കറിയാം. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഉണ്ടാക്കിയാൽ മതി. ഇതായിരുന്നു ജോൺ എബ്രഹാം എന്ന ചലച്ചിത്രകാരന്റെ ജീവിതം. ഹിന്ദി ചിത്രം ഉസ്കി റോട്ടിയിൽ സംവിധായകൻ മണി കൗളിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചാണ് സിനിമയിൽ ജോൺ പ്രൊഫഷണൽ ജീവിതം ആരംഭിക്കുന്നത്. 1967 വിദ്യാർത്ഥികളെ ഇതിലെ എന്ന ചിത്രത്തിലൂടെ സംവിധാന അരങ്ങേറ്റം. 1977 ചെയ്ത അഗ്രഹാരത്തിൽ കഴുത എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ജോൺ എബ്രഹാം എന്ന പേര് ചലച്ചിത്ര ലോകത്ത് മുഴങ്ങിത്തുടങ്ങുന്നത്. മികച്ച സംവിധായകനുള്ള തമിഴ്നാട് സർക്കാർ പുരസ്കാരവും മികച്ച പ്രാദേശിക സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. പിന്നീട് അടൂർ ഭാസിക്ക് മികച്ച നടനുള്ള അവാർഡ് നേടിക്കൊടുത്ത ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ. 80കളിൽ ഉയർന്നുവന്ന ജനകീയ സിനിമയെന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനും ജോൺ ഇറങ്ങിത്തിരിച്ചു. ഒഡേസെ കളക്റ്റീവ് എന്ന പേരിൽ പൊതുജനങ്ങളെയും ഭാഗമാക്കി ചലച്ചിത്ര നിർമ്മാണത്തിന്റെയും വിതരണത്തിന്റെയും പുതിയ ചരിത്രം സൃഷ്ടിച്ചു. തെരുവ് നാടകവും സിനിമ പ്രദർശിപ്പിച്ചും ജോണും സുഹൃത്തുക്കളും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ചു. അങ്ങനെ നിർമ്മിച്ച സിനിമയായിരുന്നു അമ്മയറിയാൻ. ജോയി മാത്യു കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം. സിനിമ നടക്കുന്ന കാലത്തെ കാലിക വിഷയങ്ങൾ അമ്മയോട് പറയുന്ന പുരുഷുവിന്റെ ജീവിതമാണ് ദൃശ്യവൽക്കരിച്ചത്. തനിക്ക് പറയാനുള്ളത് തന്റെ മാതൃരാജ്യത്തോട് തുറന്നു പറയുകയായിരുന്നു ജോണും സിനിമയിലൂടെ. പ്രതിഭയുടെ ധാരാളിത്തത്തിലും ഇരിക്കപ്പൊറുതിയില്ലാതെ അലയാനായിരുന്നു ആ കഥാകാരന്റെ ഇഷ്ടം. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു. സ്വതന്ത്രമായി ചിന്തിക്കുകയും തനത് വഴിയിലൂടെ നടക്കുകയും താരതമ്യങ്ങളില്ലാത്ത സിനിമകളും ഒരുക്കി. പുതിയ വഴിയിൽ മറ്റെങ്ങും നിഴൽ വീഴാത്ത ആലോചനകളുമായി ജോൺ ജീവിച്ചു. ആ അലച്ചിൽ അവസാനിക്കുന്നത് 1987 മെയ് 31 കോഴിക്കോട് ഒയാസിസ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ ജോണിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ചേന്നങ്ങരി സെന്റ് പോൾസ് പള്ളി സെമിത്തേരിയിൽ നിത്യമായ ഉറക്കത്തിലേക്ക്. എന്നിട്ടും ജോൺ എബ്രഹാം മലയാളിയുടെ ചിന്തയിലേക്കും ചർച്ചകളിലേക്കും തന്റെ മുഷിഞ്ഞ നീളൻ ജുബയും നീട്ടി വളർത്തിയ മുടിയുമായി ഇടയ്ക്കിടെ ചോദിക്കാതെ കയറി വരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.